വന്നപ്പോൾ ഇവരുടെ കുടുംബപരമായിട്ട് പ്രേതബാധാപരമായിട്ടുള്ള വിഷയങ്ങളായിരുന്നു. കുട്ടികൾ വന്നു, അമ്മയ്ക്കും മകൾക്കും ബാധാ വിഷയം ഉണ്ടായിരുന്നു. മറ്റുള്ളവർക്ക് ഇപ്പോൾ ഒരു കാര്യസാധ്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർ കാര്യസാധ്യം കഴിഞ്ഞ് തിരിച്ചു പോകും. പിന്നീട് അതിനെക്കുറിച്ചൊന്നും തിരക്കത്ത് പോലുമില്ല. അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ വഴിക്കായി. അതായത് അവളുടെ ഭർത്താവ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഇതായിരുന്നു. ലാസ്റ്റ് അവൾക്ക് മാറി നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു. ആ കുട്ടി, ഒരു പെൺകുട്ടീനെയും കൊണ്ട് അവൾ ഒരുപാട് അലഞ്ഞെന്നുള്ളതാണ്. ആ കുട്ടി നമ്മുടെ മഠത്തിൽ വന്ന് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കഴിഞ്ഞ് അതിനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ആ സ്വാമിയെ, വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് ഞങ്ങളൊക്കെ വർഷങ്ങള് ഉപാസന എടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹങ്ങൾ കിട്ടി തുടങ്ങിയത്. അത് കഴിഞ്ഞ് വന്ന് ഒരാഴ്ച കൊണ്ട് ആ കുട്ടി ആ വിഷ്ണുമായ സ്വാമിയുടെ മൂർത്തിഭാവത്തിന്റെ ആ അനുഗ്രഹം മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ചൈതന്യം എന്ന് പറയുന്നത്. ആ കുട്ടിക്ക് കിട്ടിയ ഐശ്വര്യവും ആ കുട്ടിയുടെ വിഷയങ്ങൾ മാറുകയും ആ കുട്ടി അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. നമസ്കാരം, നിങ്ങൾ സ്വന്തം സുഹൃത്താക്ക. ഇന്നത്തെ വിഷയം ഒന്നുമല്ല, ഇന്ന് കുറച്ച് കാര്യങ്ങൾ കൂടെ പറയണം എന്നുള്ള ആഗ്രഹവുമായിട്ടാണ് ഞാൻ വന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മുടെ മഠത്തിൽ 2 പേര് വന്നിരുന്നു, ഒരമ്മയും മകളും. അത് ഇവിടെ മാത്രമല്ല, വടക്കാഞ്ചേരിയിൽ നിന്നും വന്നിരുന്നു. അതായത് നമ്മുടെ ചെങ്ങന്നൂർ ഭാഗത്തു നിന്നും വന്നിരുന്നു, വടക്കാഞ്ചേരിയിൽ നിന്നും വന്നിരുന്നു. അത് രണ്ടും 2 വിഷയത്തിനായിരുന്നു വന്നിരുന്നത്. വിഷയം രണ്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ, വന്നപ്പോൾ ഇവരുടെ കുടുംബപരമായിട്ട് പ്രേതബാധാപരമായിട്ടുള്ള വിഷയങ്ങളായിരുന്നു. കുട്ടികൾ വന്നു, അമ്മയ്ക്കും മകൾക്കും ബാധാ വിഷയം ഉണ്ടായിരുന്നു. അതൊഴിപ്പിച്ചു. ആ ഒഴിപ്പിച്ച കുട്ടി ഞങ്ങളുമായിട്ട് നല്ല സ്നേഹത്തിലായി. വെച്ച് കഴിഞ്ഞാൽ നല്ല 10 വയസ്സ് പ്രായമേ ഉള്ളൂ. ആ പ്രായത്തിനല്ല നമ്മളെ വിളിക്കുന്നത് ബഹുമാനത്തോടു കൂടിയാണ്. എന്ന് വെച്ചാൽ ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾ ആ കുട്ടീനെ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാക്കും. വെച്ച് കഴിഞ്ഞാൽ ആശാനെ എന്ന് പറഞ്ഞ് തൊഴുതണ്ട് വരുന്ന ഒരു അവസ്ഥ, അതൊക്കെ കാണുമ്പോൾ മനസ്സിൽ എന്നും ഒരു സന്തോഷമാണ്. വെച്ച് കഴിഞ്ഞാൽ ഈ ആശാൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു ബഹുമാനം കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം ഉണ്ട്. വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഇപ്പോൾ ഒരു കാര്യസാധ്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർ കാര്യസാധ്യം കഴിഞ്ഞ് തിരിച്ചു പോകും. പിന്നീട് അതിനെക്കുറിച്ചൊന്നും തിരക്കത്ത് പോലുമില്ല. അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരവരുടെ വഴിക്കായി. പക്ഷെ അതങ്ങനെയല്ല. ഈ കുട്ടി വിഷ്ണുമായ സ്വാമീനെ എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് വിഷ്ണുമായ സ്വാമീനെ എനിക്ക് കാണണം എന്ന് എല്ലാ പ്രാവശ്യവും വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കി അമ്മേനെയും വിളിച്ചിട്ടുണ്ട്. അതായത് അവളുടെ ഭർത്താവ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഇതായിരുന്നു. ലാസ്റ്റ് അവൾക്ക് മാറി നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വന്നു. ആ കുട്ടി, ഒരു പെൺകുട്ടീനെയും കൊണ്ട് അവൾ ഒരുപാട് അലഞ്ഞെന്നുള്ളതാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നുവെച്ചാൽ കുടുംബപരമായിട്ട് ആ കുട്ടീനെയും കൊണ്ട്, ആ ഒരു പെൺകുട്ടീനെയും കൊണ്ട് അവൾ അലഞ്ഞ് അവൾ പല സ്ഥലങ്ങളിലും ജോലിക്ക് പോയി. ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട്, നല്ലൊരു ജോലി കിട്ടി അവൾക്ക്. അതിലൂടെ ആ കുട്ടിയെ മിക്ക ദിവസവും നമ്മളെ വിളിക്കാറുണ്ട്. മാമ എന്നാ വിളിക്കുന്നത് നമ്മളെ മാമ. എല്ലാ ദിവസവും വിളിച്ചില്ലെങ്കിൽ അതിന് ഭയങ്കര സങ്കടമാണ്. ആ കുട്ടി നമ്മുടെ മഠത്തിൽ വന്ന് അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കഴിഞ്ഞ് അതിനെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു. ആ സ്വാമിയെ, വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് ഞങ്ങളൊക്കെ വർഷങ്ങള് ഉപാസന എടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ഒരു അനുഗ്രഹങ്ങൾ കിട്ടി തുടങ്ങിയത്. അത് കഴിഞ്ഞാൽ വന്ന് ഒരാഴ്ച കൊണ്ട് ആ കുട്ടി ആ വിഷ്ണുമായ സ്വാമിയുടെ മൂർത്തിഭാവത്തിന്റെ ആ അനുഗ്രഹം മേടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ചൈതന്യം എന്ന് പറയുന്നത്. ആ കുട്ടിക്ക് കിട്ടിയ ഐശ്വര്യവും ആ കുട്ടിയുടെ വിഷയങ്ങൾ മാറുകയും ആ കുട്ടി അനുഗ്രഹിക്കുകയും ചെയ്തു. അത് വളരെ സന്തോഷമുണ്ട് നമുക്ക്. അവളിപ്പോ ഒരു കാറ്ററിംഗ് സെന്ററിലാണ്. കാറ്ററിംഗ് സെന്ററിൽ ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു, പഠിക്കാനൊക്കെ പോകുന്നുണ്ട്. അന്നേരം അവരിപ്പോ വാടക വീട്ടിലാണ്. അവർ ചേർത്തലയ്ക്ക് വരുന്നു. അവർക്ക് പഠനപരമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഒരു കുട്ടീനെയൊക്കെ പഠിപ്പിക്കാൻ മഠത്തിന് പറ്റും. അന്നേരം അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഡെയിലി പ്രാർത്ഥിക്കുന്നതാ എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ എന്തനുഗ്രഹവും കിട്ടുമെന്നുള്ളതാണ്. പിന്നെ വേറൊരു സംഭവം കൂടെ, നമ്മുടെ വടക്കാഞ്ചേരിയിൽ നിന്ന് മുസ്ലിം പരമായിട്ടുള്ള കുട്ടിയാണ്. വടക്കാഞ്ചേരിയിൽ നിന്ന് മുസ്ലിം പരം അമ്മയും അച്ഛനും ഒരു വളരെ താഴ്ന്ന വീട്ടിലാണ്. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങളുടെ കുട്ടി പഠിക്കുന്നില്ല, ഭയങ്കര വയലന്റ് ആണ്, വിഷയങ്ങളാണ് വീട്ടില്, ഞങ്ങൾ പിടിച്ചാലൊന്നും നിൽക്കുന്നില്ല. ഒരുപാട് പ്രായമില്ല, 10 വയസ്സിനോട് അടുത്ത് നിൽക്കുന്ന പ്രായം.
ഒരുപാട് സങ്കടങ്ങൾ, അവര് പോകാത്ത സ്ഥലങ്ങളൊന്നുമില്ല. ഒരുപാട് സ്ഥലങ്ങളിൽ പോയി ഒരുപാട് പൈസ കൊടുത്ത് ലാസ്റ്റ് അവർ വാടക വീട്ടിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. അവിടുന്നാണ് എൻ്റെ അടുക്കെ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ആശാനെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വിഷയമുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു, അവരെൻ്റെ അടുക്കെ ആദ്യമേ ചോദിച്ചൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഫീസ് എന്നാ ചോദിക്കുന്നത്. അന്നേരം നമ്മളൊരു മഠാധിപതി എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ളവരുടെ ധനം കണ്ടിട്ടല്ല ഒരു പ്രശ്നപരിഹാരം എടുക്കേണ്ടത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ വരിക, നിങ്ങൾ എത്രയും പെട്ടെന്ന് വരിക, നിങ്ങളുടെ പ്രശ്നത്തിന് ഞാനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. അങ്ങനെ വന്ന അവര് ഒരാഴ്ച കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നുകൂടെ മാറണം. അവരൊന്നുകൂടെ വന്നു. വീണ്ടും ഞാനത് പരിശോധിച്ച് കുഴപ്പമൊന്നുമില്ല. അവൾക്ക് മൂർത്തിഭാവപരമായിട്ടിരിക്കുന്ന മൂർത്തിയുടെ ഞങ്ങൾ അതിനു വേണ്ടി എടുക്കുന്ന ഒരു ചൂരൽവടിയുണ്ട്. ആ ചൂരൽവടി, അതായത് പോത്താങ്കുലം എന്ന് പറയും അതിന്, ആ കുട്ടിയുടെ അമ്മയുടെ കൊടുത്ത് ഇത് നിങ്ങൾ വെച്ചോ, നമ്മുടെ വീട്ടിലിരിക്കട്ടെ, അത് ഒരു ഐശ്വര്യമായിട്ടിരിക്കട്ടെ. അങ്ങനെ അതുമായിട്ട് അവര് പോയി. ഇന്നലെ രാത്രി എന്ന് പറയുമ്പോ ഈ വീഡിയോ എടുക്കുന്നതും ഇതുമായിട്ട് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. ഒരു ദിവസത്തെ വ്യത്യാസമൊക്കെ വരുന്നുള്ളൂ. നിങ്ങൾക്ക് ഒരു ദിവസം 2 ദിവസത്തെ വ്യത്യാസമൊക്കെ വരുള്ളൂ. ആ കുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് ഇന്നലെ വളരെ സന്തോഷപരമായിട്ട്, ഞാനെന്നറിയാം ഇന്നലെ പ്രേതബാധാപരമായിട്ടുള്ള വിഷയം ഒഴിവ് ചെയ്തിട്ട് വരുന്ന വഴി കോള് വന്നു. വളരെ വളരെ സ്വാമി, ഞങ്ങൾക്ക് വാക്കുകളില്ല പറയാൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാക്കുകളില്ല. ഞങ്ങൾ ഒരുപാട് അലഞ്ഞു, ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി, പല സ്ഥലങ്ങളിലും പോയി ഞങ്ങൾക്ക് ധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ ഞങ്ങളുടെ കുട്ടി ഇപ്പൊ നന്നായിട്ട് പഠിക്കാനും തുടങ്ങി, ഞങ്ങളെ പഴയ മകളെ തിരിച്ചു തന്നുള്ളതാണ്. അത് ഞാനല്ല, ഞാനൊരു ആൾ ദൈവമല്ല, എന്റെ കഴിവല്ല, അവിടെ ഇരിക്കുന്ന മൂർത്തിഭാവത്തിന്റെ ശക്തിയാണ്. അത് നിങ്ങൾക്ക് പകർന്നു തരിക എന്നുള്ളതാണ്. അന്നേരം ഞാനിത് നിങ്ങളിലേക്ക് പകർന്നു തരുന്നത് വേറൊന്നും കൊണ്ടല്ല. നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചാൽ, നമ്മൾ നന്നായിട്ട് വിശ്വസിച്ചാൽ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. എല്ലാവരും പല വേദികളിലും, പല മൊബൈലുകളിലും, പല സോഷ്യൽ മാധ്യമങ്ങളിലൊക്കെ പല സ്വാമിമാരെന്നും പറഞ്ഞിരിക്കുന്നവരൊക്കെ പല കാര്യങ്ങളും പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങൾ കളമറിയണം. കളമറിഞ്ഞ് മൂർത്തിഭാവത്തിന് ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിയുള്ള സ്ഥലം കണ്ടുപിടിച്ച് ആ സ്ഥലത്ത് പോയി നിങ്ങളുടെ കാര്യസാധ്യം നേടുക എന്നുള്ളതാണ്. അതിന് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ആരെയും ക്ഷണിക്കാറില്ല. ഇങ്ങോട്ട് ക്ഷണിക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഇത് പരസ്യത്തിന്റെ ഒന്നിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഒരു വിഷയം ഉണ്ടായാൽ നിങ്ങൾക്ക് അത് പരിഹാരം ഉണ്ടാക്കി തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെയുള്ളവർ ഇവിടെ തിരക്കി വരും. അങ്ങനെ വന്നിട്ടുള്ള മഠമാണ് വിഷ്ണുമായ മട്ടുമ്മൽ ദേവസ്ഥാനം എന്ന് പറയുന്നത്. അന്നേരം അത് നിങ്ങൾക്ക്, നമ്മുടെ കുടുംബം, ഞാൻ നിങ്ങളെ കാണുന്നത്, നിങ്ങളിൽ ഒരാൾ എൻ്റെ അടുക്കൽ വന്നാൽ എൻ്റെ കുടുംബത്തിന്റെ എൻ്റെ ഒരു ഭാഗമായിട്ടാണ് കാണുന്ന. നിങ്ങളെന്നല്ല, നമ്മുടെ ഒരു കുടുംബമാണ് ആ കുടുംബക്കാവെന്നുള്ളതാണ്. അന്നേരം അതാണ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്. ഏത് പ്രശ്നപരമായിട്ടാണെങ്കിലും, കുടുംബപരമായിട്ടാണെങ്കിലും, ബിസിനസ് പരമായിട്ടാണെങ്കിലും, വാഹനപരമായിട്ടാണെങ്കിലും, ഏത് വിഷയങ്ങൾക്കും നമുക്ക് അതിനൊരു പരിഹാരം ഇവിടെ ഉണ്ട്. അന്നേരം ആ പരിഹാരം നമുക്ക് കൃത്യമായിട്ട്, നമുക്ക് അവിടുത്തെ മഠാധിപതി എന്ന് പറയുന്ന സ്ഥാനം അലങ്കരിച്ചിരിക്കുന്ന ആളുടെ അനുമതിയും അവരുടെ വാക്കുകളും കേട്ട് നമ്മൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് കൃത്യമായിട്ട് അനുഗ്രഹപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് നമ്മൾ പറയുന്നത്, മാതാപിതാ ഗുരു ദൈവം. അന്നേരം എല്ലാത്തിനും ഒരു ഗുരുസ്ഥാനത്ത് നിൽക്കുന്ന ഒരു ആശാൻ എന്ന് പറയുന്ന ആള് അവിടെ, നിങ്ങൾ ആ സ്ഥാനം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ സ്ഥാനം ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് അതിന്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടിയിരിക്കും. അതിന്റെ വേണ്ട കാര്യങ്ങളും വേണ്ട പോരായ്മകളും പരിഹരിക്കാനായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പറ്റും. അതിലൂടെ നിങ്ങൾക്ക് നമ്മുടെ വിഷ്ണുമായ മഠത്തിന്റെയും വിഷ്ണുമായ സ്വാമിയുടെയും മഠാധിപതി സുജിത്താശാന്റെയും എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേരുന്നു.